السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. بسم الله الرحمن الرحيم. وما أرسلناك إلا كافة للناس بشيرا ونذيرا ولكن أكثر الناس لا يعلمون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وكلهم من رسول الله ملتمس غرفا من البحر أو رشفا من الديم وواقفون لديه عند حدهم من نقطة العلم أو من شكلة الحكم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ കർണാടക ജമഇയ്യത്തുൽ ഉലമ പ്രധാന കാര്യദർശി, സഅദിയ ശരീഅത്ത് കോളേജിൻ്റെ പ്രധാനപ്പെട്ട ഉസ്താദുമായ KC റോഡ് ഉസ്താദ്, ചിയൂർ ഉസ്താദ്, ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, സഅദിയയിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച മുനാഫസ പരിപാടിയുടെ രണ്ടാമത്തെ ദിവസത്തിലാണ് നാം ഉള്ളത്. വ്യത്യസ്തമായ വിവിധ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട KC റോഡ് ഉസ്താദ് നമ്മോട് സംസാരിച്ചു. നാം പഠിക്കുന്ന കാലത്തും അതിനുശേഷവും ഇപ്പോഴും എല്ലാ സമയത്ത് നമുക്ക് പ്രോത്സാഹനവും നസീഹത്തുകളും നിരന്തരമായി നൽകിക്കൊണ്ടിരിക്കുന്ന ഉസ്താദ്, അതുപോലെ സഅദിയ ശരീഅത്ത് കോളേജിൽ നമുക്ക് പഠിപ്പിച്ച പ്രിയപ്പെട്ട ഉസ്താദുമാർ, എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. 2007, 2008, 2009 ഞാൻ സഅദിയയിൽ പഠിച്ചത്. ആ 3 വർഷത്തിൻ്റെ പഠനം അൽഹംദുലില്ലാഹ് നമ്മുടെ ജീവിതത്തിൽ വലിയ വഴികാട്ടിയും വെളിച്ചവുമായിരുന്നു. നമ്മുടെ ഉസ്താദ് ഷെയ്ഖുന AK ഉസ്താദ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. അള്ളാഹു ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഅദിയയിൽ ഉസ്താദുമാരുടെ മുമ്പിൽ പ്രസംഗിക്കുക എന്നത് ചെറിയ ഒരു പ്രയാസമാണ്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാൻ മർക്കസിൽ ഇതുപോലത്തെ ഒരു പരിപാടിയിൽ ഒരു പേടിയുമില്ലാതെ 1.5 മണിക്കൂർ സംസാരിച്ചിരുന്നു. പക്ഷേ ഇവിടെ ഉസ്താദ് ഇപ്പോൾ പോവും. ഏതായാലും സഅദിയയുടെ ഉസ്താദുമാരുടെ ഹദറത്തിൽ സംസാരിക്കുക അതൊരു സൗഭാഗ്യവും കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 2008 സഅദി പഠനം കഴിഞ്ഞ് നീലേശ്വര ഭാഗത്ത് ഞാൻ ജോലി ഉറപ്പിച്ചിരുന്നു. സഅദി ആയതിനു ശേഷം ഇതറിഞ്ഞ AK ഉസ്താദ് അതുപോലെ ഷെയ്ഖുന KK ഉസ്താദ് രണ്ടുപേരും സംസാരിച്ച്, ഇല്ല, നീ 1 വർഷം തഖസ്സുസ് ഫിഖ്ഹിൽ ചേർന്ന് പഠിക്കണം. KK ഉസ്താദ് വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിലെല്ലാം പ്രയാസമാണ്, ഞാൻ ജോലി ഉറപ്പിച്ചിട്ടുണ്ട്. അന്ന് 5000 ശമ്പളത്തിന് നീലേശ്വരത്ത് ഒരു സ്ഥലത്താണ് ജോലി ഉറപ്പിച്ചത്. ഉസ്താദ് പറഞ്ഞു, അതൊന്നും പ്രശ്നമല്ല, നീ ഇങ്ങോട്ട് സഅദിയക്ക് വാ, സംസാരിക്കാനുണ്ട്. അങ്ങനെ KK ഉസ്താദോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ്, നേരെ AK ഉസ്താദിൻ്റെ റൂമിലേക്ക് പോ, എൻ്റെ സാധനങ്ങളെല്ലാം അവിടെയാണ്, നീലേശ്വരത്താണ് വസ്ത്രങ്ങളും മറ്റും. AK ഉസ്താദോട് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു, 1 വർഷം പഠിക്കണം, സ്റ്റേ ഫണ്ട് 500 അന്ന്.
നിനക്ക് 2000 ഞങ്ങൾ കൂട്ടിത്തരാം, അതുകൊണ്ട് ഒരു വർഷം ഇവിടെ പഠിക്കണമെന്ന് പറഞ്ഞ് ഉസ്താദ് പഠിപ്പിച്ചതാണ് ഒരു വർഷം. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഉസ്താദിൻ്റെ ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. കെ ഉസ്താദിന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ഞാൻ വിശദമായി സംസാരിക്കുകയല്ല. ജാമിഅ സഅദിയ എന്ന മഹത്തായ ഈ സ്ഥാപനത്തിൽ പഠിക്കുക എന്നത് തന്നെ നമ്മുടെ വലിയ അഭിമാനമാണ്. ഷെയ്ഖുന നൂറുൽ ഉലമ MA ഉസ്താദ് എന്ന ലോകമറിഞ്ഞ വലിയ പണ്ഡിതൻ, ആ ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള അന്നും ഇന്നും ബഹുമാനപ്പെട്ട സഅദിയ എന്ന മഹത്തായ സ്ഥാപനം കഴിഞ്ഞ ജാമിഅ സഅദിയയുടെ 55-ാം വാർഷിക മലയാള സോവനീർ ഞാൻ വായിച്ചു. അതിൻ്റെ കുറേ ഭാഗങ്ങളിൽ MA ഉസ്താദിനെ പറ്റിയാണ്. MA ഉസ്താദിൻ്റെ കത്തുകളുടെ ലോകം. 50-ലേറെ രാഷ്ട്രങ്ങൾക്ക്, വിവിധ രാഷ്ട്രങ്ങൾക്ക് ഉസ്താദ് അയച്ച കത്തുകളെ പറ്റിയുള്ള പഠനം അതിലുണ്ടായിരുന്നു. മാത്രവുമല്ല, ഉസ്താദിൻ്റെ അത്ഭുതകരമായ സൂക്ഷ്മതയെപ്പറ്റി അതിൽ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ച, ഈ സമൂഹത്തിന് വലിയ നേതൃത്വവും എല്ലാവിധ വഴിയും കാണിച്ചു കൊടുത്ത നൂറുൽ ഉലമ MA ഉസ്താദ്, അതിലൊരനുഭവം ഞാൻ വായിച്ചു. കുവൈത്തിലേക്ക് 2003 പോയപ്പോൾ കുവൈത്ത് സഅദിയ കമ്മിറ്റി നല്ല റൂം ഉസ്താദിന് സൗകര്യം ചെയ്തിരുന്നു. അങ്ങനെ രാത്രി സമയത്ത് ബെഡിൽ കിടക്കാൻ നോക്കുമ്പോൾ വളരെ നല്ല ബെഡാണ്. ഉസ്താദ് അതിൽ കിടന്നില്ല. ഉസ്താദ് താഴെ ഒരു വസ്ത്രം വിരിച്ചു, അതിൽ കിടന്നിട്ട് സുബഹിയാവുമ്പോൾ പറഞ്ഞു, ഇതിൽ കിടക്കാൻ പാടില്ല, ഈ റൂം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ മുന്തിയ റൂം വേണമെന്നല്ല, ഇത് ലക്സൂറി റൂമാണ്. ചിലപ്പോൾ ഈ റൂമിലേക്ക് സഅദിയയുടെ മക്കൾക്ക് വിരിയിക്കുന്ന പൈസ കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് നമുക്ക് പുറത്തെവിടെയെങ്കിലും താമസിക്കാമെന്ന് പറഞ്ഞപ്പോൾ അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന ഒരാൾ, ഉസ്താദിൻ്റെ റൂമിന് ഭക്ഷണം കൊണ്ടുവരുന്ന ഒരാൾ, അദ്ദേഹം പറഞ്ഞു, നമ്മുടെ വീട്ടിൽ ഒരു മജ്ലിസ്, ഒരു ഹാളുണ്ട്, AC ഒന്നുമില്ല, അവിടേക്ക് വരാൻ പറ്റുമോ? അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവിടെ നീങ്ങി നോക്കുമ്പോൾ ഒരു ഫാനാണ്, നല്ല ചൂട് കാറ്റ് വരുന്ന ഫാൻ. ഉസ്താദ് ആ റൂം അങ്ങ് തിരഞ്ഞെടുത്തു. അങ്ങനെ പറഞ്ഞു വരുന്നത്, ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ത്യാഗവും സമയക്രമീകരണവും വളരെ തർത്തീബായിട്ടുള്ള ജീവിതവും നമ്മേറെ ആകർഷിപ്പിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. ബഹുമാനപ്പെട്ട MA ഉസ്താദിനെ മംഗലാപുരത്ത് 10 വർഷങ്ങൾക്ക് മുമ്പ് ആദരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അന്ന് ഉസ്താദിൻ്റെ മഹത്വങ്ങളെപ്പറ്റി, ഉസ്താദിൻ്റെ ജീവിതത്തെപ്പറ്റി കന്നഡയിൽ ഒരു പുസ്തകം മംഗലാപുരത്ത് ഇറക്കിയിരുന്നു. അതേ പരിപാടിയിൽ അതിന് ഉസ്താദിനെ പറ്റിയുള്ള അനുഭവങ്ങൾ പറയാൻ വേണ്ടി സഅദിയയിലെ ഉസ്താദുമാരെ സന്ദർശിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് സഅദി ഉസ്താദ് കൊട്ടില ഉസ്താദ് പറഞ്ഞ ഒരു അനുഭവം ആ പുസ്തകത്തിൽ നാം എഴുതിയിരുന്നു. ഉസ്താദ് പറഞ്ഞത്, അന്ന് 25 വർഷത്തിൻ്റെ മുമ്പത്തെ അനുഭവമാണ്. MA ഉസ്താദിനെ പറ്റി, ഉസ്താദിൻ്റെ സമയത്തിന് നൽകിയ ഉസ്താദിൻ്റെ ആ വില നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തേണ്ട സംഭവങ്ങളാണ് അതെല്ലാം. 25 വർഷങ്ങൾക്ക് മുമ്പ് സഅദിയയിലേക്ക് 18 പുസ്തകങ്ങൾ, കിതാബ് ആരോ ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്തു. ഉസ്താദ് എന്നെ വിളിച്ചു, അതൊന്നോ എത്ര ഉണ്ട് എന്ന് കണക്കാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉസ്താദിൻ്റെ മുമ്പിൽ എണ്ണുമ്പോൾ ഞാൻ 17 എന്ന് പറഞ്ഞു പോയി. അവർ ഉസ്താദിനോട് പറഞ്ഞു, 18 കിതാബുണ്ട്, 17 എന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഒന്നുകൂടി നീ കണക്കാക്കിയിട്ട് പറയണം. അങ്ങനെ ഒന്നുകൂടി എണ്ണീറ്റ് നോക്കുമ്പോൾ 18 കിതാബുകളാണ്. അപ്പോൾ ഉസ്താദ് പറഞ്ഞൊരു വാക്ക്, നേരത്തെ ശരിയായ ഒരു യക്കളത്തോടെ നീ എണ്ണിയിരുന്നുവെങ്കിൽ ഇപ്പോൾ എണ്ണാൻ ഉപയോഗിച്ച 1 മിനിറ്റ് നിനക്ക് ലാഭിക്കാമായിരുന്നല്ലോ എന്ന് ബഹുമാനപ്പെട്ട MA ഉസ്താദ് എന്നോട് പറഞ്ഞു. അത് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന് ലത്തീഫ് സഅദി ഉസ്താദ് അന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ഉസ്താദുമാരെ, നമ്മുടെ ജീവിതത്തിൽ സമയങ്ങൾ വേസ്റ്റ് ചെയ്യാതെ ഉപകാരമുള്ളതിനു വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. ഒഴിവു സമയങ്ങൾ ഒരിക്കലും നാം പാഴാക്കരുത്. ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചത് ഞാൻ ഓർക്കുന്നു, ഒഴിവു സമയങ്ങളാണ് MA എന്ന ജീനിയസിനെ ഉണ്ടാക്കിയത് എന്ന്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന MA ഉസ്താദിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് നല്ല ഇൽമും തഖ്വയും വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. മുനാഫസ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വ്യത്യസ്തമായ കഴിവുകൾ പുറത്തു കൊണ്ടുവരാനും ജീവിതത്തിൻ്റെ ഇനിയുള്ള മേഖലയിൽ വലിയ ഉഷാറായി പ്രവർത്തിക്കാനും ദഅവ നടത്താനുമുള്ള ഒരു വേദിയാണ്.
ജീവിതത്തിൽ വലിയ ശ്രമങ്ങളുണ്ടാകണം. കഷ്ടപ്പാടുകൾ സഹിച്ച് പഠിക്കുമ്പോൾ വലിയ ഫലങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന ഗാന്ധിജിയുടെ ഒരു വാക്ക് ഒരു സ്ഥലത്ത് ഞാൻ വായിച്ചു. കഷ്ടപ്പെട്ട് അദ്ദേഹം പ്രസംഗിക്കാൻ പഠിച്ച ഒരു സംഭവമാണ്. ദക്ഷിണാഫ്രിക്കയിൽ പോയപ്പോൾ കുറേ വെള്ളക്കാർ അവിടെ സംസാരിക്കുന്നു. ഇന്ത്യക്കാരെ വളരെ താഴ്ന്ന രൂപത്തിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വേദിയുടെ മുമ്പാകത്തുണ്ടായിരുന്ന ഗാന്ധിജി, അദ്ദേഹം ഇങ്ങനെ സംസാരിക്കാൻ കഴിയില്ല. മേ ഐ ഡെലിവറിങ് ഇങ്ങനെ പറയുകയാണ്. മേ ഐ ഡെലിവറിങ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മേ ഐ ഡെലിവറിങ്. ഇദ്ദേഹം അതിനെ കണക്കാക്കുന്നില്ല, കൂട്ടാക്കുന്നില്ല. അവസാനം സദസ്സിൽ നിന്നാരോ ചോദിച്ചു, മിസ്റ്റർ മോഹൻദാസ്, യു ഹാവ് ബീൻ ഡെലിവറിങ് ഫോർ എ ലോങ് ടൈം, വേർ ഇസ് ചൈൽഡ് എന്ന് ചോദിച്ചു. എവിടെയാണ് കുട്ടി എന്ന് അദ്ദേഹത്തെ വളരെ കളിയാക്കിയ രൂപത്തിൽ ചോദിച്ചു. ഗാന്ധിജി പറയുന്നു, അതെൻ്റെ ജീവിതത്തിൽ എന്നെ പുറകോട്ടടിച്ചതല്ല, എനിക്കും കൂടി സംസാരിക്കണം, എന്നെ കളിയാക്കി ഇവർക്ക് മുമ്പിൽ എനിക്ക് കാണിച്ചു കൊടുക്കണമെന്ന വലിയ ചിന്ത എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളെ പറയുകയാണ്. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, എം.എ. ഉസ്താദിൻ്റെ ആത്മകഥകൾ നാം വായിക്കണം. ഉസ്താദിൻ്റെ എഴുത്തുകൾ, ബഹുമാനപ്പെട്ട ശൈഖുന എം.എ. ഉസ്താദിൻ്റെ ഓർമ്മയുടെ ഏടുകൾ, അങ്ങനെ തുടങ്ങി വിവിധങ്ങളായ പുസ്തകങ്ങൾ, അത് വായിക്കുമ്പോൾ നമുക്ക് വലിയ ബസാറത്ത്, ഉൾക്കാഴ്ച നമുക്ക് കിട്ടും. ജീവിതത്തിൽ ഉലമാ രചിച്ച ആത്മകഥകൾ ധാരാളമുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിൻ്റെ അത്തഹദ്ദുതു ബിനിഅമത്തില്ലാ വളരെ മഹത്വമേറിയ കിതാബാണ്. അതുപോലെ അൽ മിനനുൽ കുബ്ര ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു രചിച്ച വളരെ പ്രസിദ്ധമായ കിതാബ്. ഇർഷാദുൽ ഗാവി ബി തർജമത്തി സഖാവി, ഇമാം സഖാവി റളിയല്ലാഹു അൻഹുവിൻ്റെ തർജമ, ഇമാം ഇബ്ൻ ഹജറുൽ ഹൈത്തമി റളിയല്ലാഹു അൻഹുവിൻ്റെ സബത്ത്, ഇങ്ങനെ തുടങ്ങി ഉലമായിൻ്റെ ആത്മകഥകൾ വായിക്കുമ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടണം, ഉണ്ടാക്കണമെന്ന ചിന്ത നമുക്ക് വരികയാണ്. ഈ അടുത്തിറങ്ങിയ ബഹുമാനപ്പെട്ട ശൈഖുന എ.പി. ഉസ്താദിൻ്റെ ആത്മകഥ വിശ്വാസപൂർവം വളരെ അനുഭവങ്ങൾ നിറഞ്ഞതാണ്. അത് നിർബന്ധമായും നാം വായിച്ചിരിക്കണം. ഞാൻ ആ ഭാഗം കൂടുതൽ സംസാരിക്കുന്നില്ല. വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിക്കുമ്പോൾ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ ഞാൻ ഉപദേശിക്കാൻ അർഹനല്ല. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമുക്കും നിങ്ങൾക്കും സമൂഹത്തിൽ വലിയ മാറ്റങ്ങളും അതുപോലെ അവർക്ക് വലിയ ഉപകാരങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഈ വേദിയിൽ സംസാരിക്കുന്നത്, നിങ്ങൾ ചർച്ച ചെയ്യുന്നത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വായിക്കപ്പെടുന്നു എന്ന പ്രമേയത്തിലാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനനത്തിന് മുമ്പും ജനന സമയത്തും ശേഷവും വായിക്കപ്പെട്ട ആളാണ്. ഇന്നും എക്കാലത്തും വായിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തെപ്പറ്റി, ആ സമയത്തെ അത്ഭുതങ്ങളെപ്പറ്റി ഇമാമുൽ ബുസീരി റളിയല്ലാഹു അൻഹു, അബാന മൗലിദുഹു അൻ ത്വീബി ഉൻസുരിഹി യാ ത്വീബ മുബ്തദഇം മിൻഹു വ മുഖ്തതമി യൗമുൻ തഫറസ ഫീഹിൽ ഫുർസു അന്നഹുമു ഖദ് ഉൻദിറു ബിഹുലൂലിൽ ബുഅ്സി വന്നിഖമി വബാത ഈമാനു കിസ്റാ വഹുവ മുൻസദിഉൻ കശംലി അസ്ഹാബി കിസ്റാ ഗൈറ മുൽതഇമി വന്നാറു ഖാമിദത്തുൽ അൻഫാസി മിൻ അസഫിൻ അലൈഹി വന്നഹ്റു സാഹിൽ ഐനി മിൻ സദമി വസാഅ സാവത അൻ ഗാളത് ബുഹൈറതുഹാ വറുദ്ദ വാരിദുഹാ ബിൽ ഗൈളി ഹീന ലമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന സമയത്തുണ്ടായ വിവിധങ്ങളായ അത്ഭുതങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാമുൽ ബുസീരി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമം തന്നെ മുഹമ്മദ് ലോകത്തേറ്റവും വലിയ വിസ്മയമാണ്. 24 മണിക്കൂറും പറയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്മു ഏത് എന്ന് ചോദിച്ചാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരാണ്. ബഹുമാനപ്പെട്ട ഇമാം ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ വലമ്മൽ ഇലാഹു സ്മൻ നബിയ്യി ഇലസ്മിഹി ഇദാ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദീനു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മുഅദ്ദിൻ 5 നേരവും പറയുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ പേരിൻ്റെ കൂടെ പറയപ്പെടുന്ന നാമം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ്. മുഹമ്മദ് വശക്ക
وشقى له من اسمه ليجله فذو العرش محمود وهذا محمد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹമ്മദാണ്, സ്തുതിക്കപ്പെടുന്ന ആളാണ്. ലോകത്ത് ഏത് സെക്കൻഡിലും ആ നാമം നാം കേട്ടുകൊണ്ടേയിരിക്കുന്നു. ലോകത്ത് ഏറ്റവും വലിയ വിജയം ഏത് എന്ന് ചോദിച്ചാൽ പലർക്കും പല മറുപടികൾ പറയാനുണ്ടാകും. അതേ സമയത്ത് ഒരു സത്യവിശ്വാസിയായ ആൾ, മുഅ്മിനായ ആൾ പറയുന്ന മറുപടി, ഒരാൾക്ക് അള്ളാഹുവിനെയും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അറിയാനാവുക എന്നത് ഏറ്റവും വലിയ വിജയമാണ്. മഅരിഫത്തുല്ലാഹി വ മഅരിഫത്തു റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാമിങ്ങൾ പറഞ്ഞു, മസാക്കീനു അഹ്ലി ദുനിയാ ലം യദൂഖു അത്യബ മാ ഫീഹാ. ഈ ലോകത്തിലുള്ള കോടീശ്വരന്മാർ, ഈ ലോകത്തിലുള്ള ധാരാളം ഭൗതികന്മാർ, അവരെല്ലാവരെപ്പറ്റി പറയുന്നത് മിസ്കീന്മാർ എന്നാണ്. എന്തുകൊണ്ട്? ലോകത്തേറ്റവും രസമുള്ള ഒന്നവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് അവരെപ്പറ്റി പറയുന്നത് മിസ്കീനാണ്. വലിയ വലിയ കോടീശ്വരന്മാർ, അവർക്ക് വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ അവർ കഴിച്ചിട്ടുണ്ടാകും. രാവിലെ ഡൽഹിയിൽ ഭക്ഷണം കഴിക്കുന്ന ആൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നത് അബൂദാബിയിലായിരിക്കും, അതുപോലെ ജിദ്ദയിലായിരിക്കും. അങ്ങനെ ലോകങ്ങൾ കറങ്ങാൻ അദ്ദേഹത്തിന് സാധിക്കും. പക്ഷേ അവരെപ്പറ്റി പറയുന്നത് മിസ്കീനാണ്. ലം യദൂഖു അത്യബ മാ ഫീഹാ. ഈ ലോകത്തുള്ള ഏറ്റവും നല്ലൊരു ഭക്ഷണം അവർക്ക് കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അവർ മിസ്കീൻ. എന്താണത്? മഅരിഫത്തുല്ലാഹ്, അള്ളാഹുവിനെ പറ്റിയുള്ള അറിവാണ്, മഅരിഫത്താണ്. അത് രുചിക്കാൻ കഴിയാത്തത് കൊണ്ട് അവരെപ്പറ്റി പറയുന്നത് മിസ്കീനാണ്. പിന്നൊരു മഅരിഫത്ത്, മഅരിഫത്തു റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റിയുള്ള അറിവാണ്. അള്ളാഹുവിനെപ്പറ്റി അറിയുന്ന ആൾ ലോകത്തവൻ്റെ കയ്യിൽ പൈസയില്ലെങ്കിലും ആഡംബരങ്ങളില്ലെങ്കിലും അവൻ ഏറ്റവും വലിയ കോടീശ്വരനാണ്. കാരണം അവനിക്ക് ലഭിക്കേണ്ടത് ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ ഈമാനില്ലാത്ത ഏത് സയൻറ്റിസ്റ്റും, എത്ര വലിയ ബുദ്ധിമാനും എത്ര വലിയ ബുദ്ധിജീവിയും, അവൻ നാളെ ആഖിറത്തിൽ ചിലപ്പോൾ നരകത്തിലേക്ക് വിധിക്കപ്പെടുകയാണെങ്കിൽ ആ സമയത്ത് ലോകത്തേറ്റവും വലിയ ബുദ്ധിജീവി എന്ന് പറഞ്ഞ ആളുകൾ കൊട്ടിഘോഷിച്ചവൻ വരെ നരകത്തിലേക്ക് പോകുന്ന സമയത്ത് പറയും, വഖാലു ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ഞങ്ങൾക്ക് ബുദ്ധിയുണ്ട് എന്ന് ലോകത്ത് പലരും പറഞ്ഞിരുന്നു, വെറുതെയാണത്. യഥാർത്ഥത്തിൽ നമുക്ക് ബുദ്ധിയുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും നരകത്തിലേക്ക് നാം വിധിക്കപ്പെടുമായിരുന്നില്ല. അഖലുള്ളവൻ, ബുദ്ധിയുള്ളവൻ, അവൻ അള്ളാഹുവിനെ അറിയാൻ നോക്കും. അതാണ് ലോകത്തേറ്റവും വലിയ വിജയം, അള്ളാഹുവിനെ പറ്റി അറിയുക. ഗാന്ധിജിയുടെ ആത്മകഥ ഈ അടുത്ത് ഞാൻ വായിച്ചു. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രുത്ത്. അതിൽ അദ്ദേഹം ദൈവത്തെ കണ്ടെത്തുന്നതിനെപ്പറ്റി പറയുന്നു. അദ്ദേഹം പറയുകയാണ്, ഞാൻ എന്നാൽ സത്യം എന്ന നിലയിൽ മാത്രമേ ദൈവത്തെ ഞാൻ ആരാധിക്കുകയുള്ളൂ. ഞാൻ അവനെ കണ്ടിട്ടില്ല, കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ്. ഈ അന്വേഷണ യജ്ഞത്തിൽ എനിക്കേറ്റവും പ്രിയപ്പെട്ടതിനെപ്പോലും ബലി നൽകാൻ ഞാൻ ഒരുക്കമാണ്. ജീവൻ പോലും നൽകാൻ തയ്യാറായി തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. ഒരു ദൈവത്തെ ഞാൻ അന്വേഷിക്കുകയാണ്, ആ ദൈവത്തെ കാണാൻ ഞാൻ എപ്പോഴും കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നെപ്പോലെ നികൃഷ്ടനാർ, എന്നെപ്പോലെ നീചനും ദുഷ്ടനുമാർ, എന്നെപ്പോലെ നന്ദി കെട്ടവനാർ, വഞ്ചകനുമാർ, എൻ്റെ സിട്ടാവിനെ കൈവെടിഞ്ഞവൻ ഞാൻ. എനിക്ക് പൂർണ്ണമായും അറിയാം, എൻ്റെ പ്രാണശ്വാസം നിയന്ത്രിക്കുന്നതവനാണ്. അവനിൽ നിന്നാണ് എൻ്റെ ഉത്ഭവമെന്നും അറിയാം. അവനിൽ നിന്നെന്നെ അകറ്റുന്നത് എന്നിൽ നിന്നും ഒഴിഞ്ഞു തീരാത്ത മാലിന്യങ്ങളാണ് എന്നെനിക്കറിയാം. ഞാൻ പറഞ്ഞത് ദൈവത്തെ കണ്ടെത്തുക, ആ ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റുന്നത് എന്നിൽ കൂടിക്കിടക്കുന്ന മാലിന്യങ്ങളാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഒരു സ്ഥലത്ത് പറയുന്നു. ഇരിക്കട്ടെ, അള്ളാഹുവിനെ കണ്ടെത്തുക, ഏകദൈവത്തെ കണ്ടെത്തുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അറിയുക എന്നത് ലോകത്തേറ്റവും വലിയ ടേസ്റ്റാണ്, ഏറ്റവും വലിയ അനുഭവമാണ്. രണ്ടാമത് ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയുക. ലോകത്ത് 1400 വർഷങ്ങൾക്ക് മുമ്പും അതിനുശേഷവും ലൈവായി നിൽക്കുന്ന ഒരു നേതാവാരാണെന്ന് ചോദിച്ചാൽ എല്ലാ ജനങ്ങളും പറയും അത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വെറും മുസ്ലിം ചിന്തകന്മാർ മാത്രമല്ല,
മുസ്ലിമീങ്ങളല്ലാത്തവർക്കും പറയാനുള്ളത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. നെഹ്റു അദ്ദേഹത്തിൻ്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി വിശദമായി സംസാരിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടാക്കിയ മാറ്റത്തെപ്പറ്റി അദ്ദേഹം പറയുന്നു. അതുപോലെ ദ സ്റ്റോറി ഓഫ് ദ അറബ്സ് ആൻഡ് ഓഫ് ഹൗ ദേ സ്പ്രെഡ് റാപ്പിഡ്ലി ഓവർ ഏഷ്യ, യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക, ആൻഡ് ഓഫ് ദ ഹൈ കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ വിച്ച് ദേ ഡെവലപ്ഡ് ഈസ് വൺ ഓഫ് ദ വണ്ടേഴ്സ് ഓഫ് ഹിസ്റ്ററി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തുണ്ടാക്കിയ അത്ഭുതങ്ങൾ അദ്ദേഹം ശേഷം പറയുകയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് മക്കയിലാണ്. അതേസമയത്ത് പല ജനങ്ങളും അവർ വ്യത്യസ്തമായ കൾച്ചറുകളുള്ള അതുപോലെ ഡെവലപ്ഡായ രാഷ്ട്രങ്ങളിൽ ജനിച്ചിട്ടുണ്ട്. പക്ഷേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലെ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നെഹ്റു സമ്മതിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ദ 100 എ റാങ്കിങ് ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ ഹിസ്റ്ററി, മൈക്കൽ എച്ച് ഹാർട്ട്, അതിൽ 100 ലോകത്തിൽ സ്വാധീനം ചെലുത്തിയ ആളുകളെപ്പറ്റി സംസാരിക്കുമ്പോൾ ഒന്നാമത് അദ്ദേഹം എടുത്തു പറയുന്നത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വായിക്കപ്പെടുന്നു എന്ന പ്രമേയത്തിൽ നാം സംസാരിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ ഓർമ്മയിൽ വരികയാണ്. അദ്ദേഹം പറയുന്നു, ഒന്നാമത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തു. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. ആശ നസ്രാനിയൻ വമാത്ത നസ്രാനിയ, ജനിച്ചത് ക്രിസ്ത്യാനിയായിട്ട് മരണപ്പെട്ടതും അങ്ങനെയാണ്. രണ്ടാമത് അദ്ദേഹം പറയുന്നത് ഐസക് ന്യൂട്ടനെ പറ്റിയാണ്. മൂന്നാമത് പറഞ്ഞത് ജീസസ് ക്രിസ്തുവിനെ പറ്റിയാണ്. മൂന്നാമത് അദ്ദേഹത്തിൻ്റെ പ്രവാചകൻ അല്ലെങ്കിൽ ദൈവത്തെപ്പറ്റി അദ്ദേഹം അങ്ങനെ പറഞ്ഞു. പക്ഷെ ഒന്നാമത് മൈ ചോയ്സ് ഓഫ് മുഹമ്മദ് ടു ലീഡ് ദ ലിസ്റ്റ് ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് may surprise some readers and may be questioned by others, but he was the only man in history who was supremely successful on both the religious and secular levels. Of humble origins, Muhammad founded a promulgated one of the world's great religions and became an immensely effective political leader. Today, 13 centuries after his death, his influence is still powerful and pervasive. അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി 1300 വർഷങ്ങൾ കഴിയുകയാണെങ്കിലും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ലോകത്തെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ വ്യക്തി എന്ന് ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ ആളുകൾ പറഞ്ഞു. ചില ബുദ്ധിജീവികൾ പറയുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി മാത്രം രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി അതായിരിക്കുമെന്നവർ പറഞ്ഞു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിൽ കാണിച്ച ആയിരക്കണക്കിന് മുഅ്ജിസത്തുകളുണ്ട്. അമുസ്ലിം ചരിത്രകാരന്മാർ പറയുന്നു, എൻ്റെ അനുഭവത്തിൽ ഏറ്റവും വലിയ മുഅ്ജിസത്തായി ഞാൻ കാണുന്നത് 23 വർഷം കൊണ്ട് ഏതൊരു സമൂഹത്തെയാണ് ആർക്കും ചേഞ്ച് ചെയ്യാൻ കഴിയില്ല, മാറ്റാൻ കഴിയില്ല എന്ന് ചരിത്രകാരന്മാർ വിധിയെഴുതിയത്, ഡാർക്ക് ഏജ് എന്ന് പറഞ്ഞത് ആ സമുദായത്തെ ലോകത്തെ മുമ്പിൽ അറിയപ്പെടുന്നൊരു സമുദായമാക്കി മാറ്റുകയും അവരെ പേര് കേൾക്കുമ്പോൾ ഇന്നും റളിയല്ലാഹു അൻഹും എന്ന് നാം പറയുകയാണെങ്കിൽ അങ്ങനെ മാറ്റാൻ കഴിഞ്ഞതാണ് ലോകത്തെ ഏറ്റവും വലിയ വിസ്മയം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി പറയുകയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിച്ചത് വഹിയിലൂടെയാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. 40-ാമത്തെ വർഷത്തിൽ ഹിറാ ഗുഹയിൽ നിന്ന് നുബുവത്തുമായി വന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാത്ഭുതങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മിയാണ്, ലോകത്തെവിടെയും യാത്ര പോകാത്ത ആളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യൂണിവേഴ്സിറ്റിയിലും പഠിക്കാത്ത ആളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അത്ഭുതങ്ങളാണ് സംസാരിക്കുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ആദ്യമിറങ്ങി ഈ പഞ്ചസൂക്തത്തിൽ ലോകത്ത് ഇന്ന് കണ്ടുപിടിക്കപ്പെട്ട മുഴുവൻ ശാസ്ത്രങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്ന് ഖുർആനിൻ്റെ വിസ്മയം അത്ഭുതം ഇഖ്റയിലൂടെ എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ വ്യത്യസ്തങ്ങളായ ശാസ്ത്രങ്ങൾ ഈ ഒരു 5 ആയത്തിൽ നിന്ന് കണ്ടുപിടിച്ച് നമ്മോട് സംസാരിക്കുകയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് പറഞ്ഞു, കുൽന്ദുറു മാദാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമിയെപ്പറ്റി നിങ്ങൾ ചിന്തിക്കണം, അതുപോലെ സമുദ്രത്തെപ്പറ്റി ചിന്തിക്കണം. ഇങ്ങനെ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും ചിന്തിക്കാൻ വേണ്ടി അത്ഭുതങ്ങൾ പറഞ്ഞു കൊടുത്ത നബിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സംസാരിക്കുന്നത് വഹിയിലൂടെയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്നിലൊരു ശക്തിയുണ്ട്, അത് അള്ളാഹുവാണ്, പടച്ചവനാണ്. അള്ളാഹുവിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിഷയങ്ങൾ കൈമാറുകയാണ്. ലോകം എക്കാലത്തും പഠിച്ച നേതാവാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിക്കേണ്ട നേതാവാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, ചെറിയ അത്ഭുതങ്ങൾ ആരെങ്കിലും കാണിച്ചാൽ ലോകത്തിന്നുള്ള ബുദ്ധിജീവികൾ വരെ പറയും അയാളുടെ ബാക്കിൽ എന്തോ ഒരു അത്ഭുതമുണ്ട്. ഒരു സാധാരണ മനുഷ്യന് അതങ്ങനെ ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം ഒരു എക്സ്ട്രാ ഓർഡിനറി മാനാണ്, അസാധാരണ സംഭവങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് എന്ന് അദ്ദേഹത്തെപ്പറ്റി പറയും. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ നമ്പർ 1, അയാളെപ്പറ്റി നിങ്ങൾക്കറിയാം, എലോൺ മസ്ക്. അദ്ദേഹം പറയുന്ന ചില വിഷയങ്ങൾ, അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ പദ്ധതികൾ, അത് കണ്ട് സുബ്ഹാനല്ലാഹ് ശൂന്യാകാശത്തേക്ക് പോവുകയാണ്. അതുപോലെ AI അദ്ദേഹത്തിന് വലിയ കളിയാണ്. അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ അത്ഭുതങ്ങൾ ലോകത്ത് അദ്ദേഹം ഒറ്റ വ്യക്തി കണ്ടുപിടിക്കുകയാണ്. ചിലപ്പോൾ വലിയ വലിയ വൻ സാമ്രാജ്യങ്ങൾക്ക് സാധിക്കാത്തത്, വലിയ രാഷ്ട്രങ്ങൾക്ക് സാധിക്കാത്തത് അദ്ദേഹം ഒറ്റക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ അമേരിക്കയുടെ വരെ വലിയ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, അദ്ദേഹം മനുഷ്യനായിരിക്കുകയില്ല, അദ്ദേഹം ഒരു ഏലിയനായിരിക്കും, അതോ ഒരു അന്യഗ്രഹ ജീവിയായിരിക്കും, അല്ലെങ്കിൽ ഒരു കമ്പാനിയൻ ഓഫ് ഏലിയൻ, അത്രയെങ്കിലും ആയിരിക്കും, അല്ലാതെ ഒരു സാധാരണ മനുഷ്യന് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തെപ്പറ്റി ഇന്ന് ലോകം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, ഇദ്ദേഹത്തെപ്പറ്റി ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് നാം ഇവിടെ സംസാരിച്ചു. ലോകത്തിൽ അത്ഭുതങ്ങൾ അദ്ദേഹം പറയുമ്പോൾ ജനങ്ങൾ പറയുന്നത് ഇയാളൊരു സാധാരണ ആളല്ല, ഇയാളെ ബാക്കിൽ എന്തോ ഉണ്ട് എന്ന് പഠിക്കാൻ തയ്യാറാവുകയാണ്. എന്നാൽ ഇയാളെപ്പറ്റി ഇയാളൊന്നുമല്ല. 1400 വർഷത്തോളം ലോകത്തിൽ ലൈവായി നിൽക്കുന്ന നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും സാധാരണ മനുഷ്യനാണ് എന്ന് പറയാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. മുഹമ്മദുൻ ബശറുൻ ലാക്കൽ ബശരി യാഖൂത്തുൻ ഹജറുൻ ലാക്കൽ ഹജരി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസ് എ മാൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യനാണ്, ബട്ട് നോട്ട് ആൻ ഓർഡിനറി മാൻ. ഒരിക്കലും സാധാരണ മനുഷ്യനല്ല. എ റുബി ഈസ് എ സ്റ്റോൺ ബട്ട് നോട്ട് കോമൺ സ്റ്റോൺ. അഥവാ യാക്കൂത്ത് മാണിക്യം അതൊരു കല്ലാണ്, പക്ഷേ അതൊരു സാധാരണ കല്ലല്ലാത്തതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യൻ, പക്ഷേ ഒരിക്കലും സാമാന്യരായ മനുഷ്യരല്ല എന്ന് ലോകം സമ്മതിച്ചതാണ്. അപ്പോൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റിയാണ് പഠിക്കേണ്ടത്. 1400 വർഷമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. പക്ഷേ ഇന്നും ലോകത്തിനറിയാം ആ നേതാവ് മദീനയിൽ അന്ന് സഞ്ചരിക്കുമ്പോൾ ആ നേതാവിൻ്റെ ബാക്ക് സീറ്റിലിരുന്ന് സഞ്ചരിച്ചതാരാണ്, ബാക്കിലിരുന്ന് സഞ്ചരിച്ചതാരാണ്, വാഹനത്തിൻ്റെ ബാക്കിലിരുന്ന് സഞ്ചരിച്ചവർ, അവരെപ്പറ്റി ചരിത്രം നമുക്ക് പറഞ്ഞു തരികയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കമ്പാനിയൻസ് ആരാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരാരാണ്, മക്കളാരാണ്, ഇങ്ങനെ ചരിത്രത്തിൽ ഒരു ഗ്യാപ്പ് പോലുമില്ല. വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാദിമു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി പറഞ്ഞു. 10 വർഷം ഖിദ്മത്ത് ചെയ്ത അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ എങ്ങനെയാണ്? മഹാനവറുകൾ പറഞ്ഞു, മാമസിസ്തു ദീബാജൻ വലാ ഹരീറൻ അല്യന മിൻ കഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയ്യോളം മാർദ്ദവമുള്ള ഒരു പട്ടിനെയും ഞാൻ സ്പർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവാണ്. ആ നേതാവിനെ പറ്റിയാണ് പഠിക്കേണ്ടത്. ബഹുമാന്യരായ സ്വഹാബത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മണം എന്താണ് അവർ നമുക്ക് പഠിപ്പിച്ചു തന്നു. മാ ശമിംതു അംബറൻ വലാ മിസ്കൻ അത്യബ മിൻ റായിഹത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നല്ല സുഗന്ധത്തെക്കാൾ ഏറ്റവും ഒരു നല്ല സുഗന്ധം ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് മഹാന്മാരായ സ്വഹാബത്താണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യനാളിനെപ്പറ്റി പറഞ്ഞത്
ഇന്നും ലോകം ചർച്ച ചെയ്തു കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതങ്ങളാണ്. ലോകത്ത് അതുപോലത്തൊരു നേതാവിന് ആർക്കും കാണിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത്, ഇന്ന് ലോകത്ത് ആരെങ്കിലും ഒരു ചെറിയ അത്ഭുതം കാണിച്ചാൽ അവരെ ബാക്കിൽ എന്തോ ഉണ്ട് എന്ന് അവരെപ്പറ്റി പഠിക്കാൻ പോകുമ്പോൾ ലോകത്ത് ഉറപ്പായും പഠിക്കേണ്ടത്, എല്ലാ ആളുകളും പഠിക്കേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ആർക്കും പഠിക്കാം. വളരെ തുറന്നു വെച്ച പുസ്തകമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഗാസിയെ പറ്റി പഠിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖസായിസിനെ പറ്റി പഠിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറത്തിനെ പറ്റി പഠിക്കാം. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷമായിൽ സൗന്ദര്യ ശാസ്ത്രത്തെ പറ്റി പഠിക്കാം. എല്ലാം തുറന്ന പുസ്തകമാണ്. ആർക്കും പഠിച്ച് വിലയിരുത്താം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളമില്ലാത്ത സമയത്ത്, ഹുദൈബിയ ഖറാനിൻ്റെ സമയത്ത്, പ്രിയപ്പെട്ട ഉസ്താദുമാരെ, വെള്ളമില്ല. സ്വഹാബത്ത് പറഞ്ഞു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൽപ്പം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു പാത്രത്തിൽ. ആ പാത്രത്തിലേക്ക് ഇങ്ങനെ കൈവച്ചപ്പോൾ അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ്. ബഹുമാനപ്പെട്ട ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതെന്തൊരു അത്ഭുതമാണ്. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങളെല്ലാവരും അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കൈവിരലിൽ നിന്ന് പൊട്ടി വെളിച്ച വെള്ളം കൊണ്ട് നാം വെള്ളം കുടിച്ചു. വഅഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈന സാബിഇൻ നബിയിൽ മുത്തബഅ യലീഹി മാഉ സംസമും ഫൽ കൗസറു വനീലു മിസ്റാ സുമ്മ ബാഖിൽ അൻഹുറു. ലോകത്തെ ഏറ്റവും മഹത്വമേറിയ വെള്ളമേത് എന്ന് ചോദിച്ചാൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈവിരലിൻ്റെ ഇടയിൽ നിന്ന് പൊട്ടി വെളിച്ച വെള്ളമാണ്. ആ വെള്ളത്തെപ്പറ്റി ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ 1400 പേരെന്നുണ്ടായിരുന്നു. ഒരാൾക്ക് പോലും വെള്ളമില്ലാത്ത സമയത്ത് 1400 പേർക്ക് വെള്ളം കൊടുത്ത നേതാവ് ലോകത്ത് മഹാവിസ്മയമാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ 1400 അല്ല, 1,00,000 പേരുണ്ടെങ്കിലും നമുക്ക് ആ വെള്ളം മതിയാകുമായിരുന്നു എന്ന് നേരിട്ട് കണ്ടനുഭവിച്ച സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു. ഈ നേതാവിനെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ വായിക്കേണ്ടത്, പഠിക്കേണ്ടത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ ബാപ്പ ഉഹുദിൻ്റെ തലേ ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഉഹുദ് യുദ്ധത്തിലേക്ക് പോവുകയാണ്. നാളെ ആദ്യം ഷഹീദാകുന്നത് ചിലപ്പോൾ ഞാനായിരിക്കും. എനിക്ക് പെൺമക്കളുണ്ട്, അവരെ നീ നോക്കണം. അതുപോലെ എനിക്ക് കടങ്ങളുണ്ട്, അത് നീ വീട്ടണം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിറ്റേന്ന് ഉഹുദ് യുദ്ധത്തിൽ ആദ്യമായി ഷഹീദായത് എൻ്റെ പ്രിയപ്പെട്ട ബാപ്പ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ആണ്. ബാപ്പക്ക് കുറേ കടങ്ങളുണ്ട്. കടം എടുക്കേണ്ടവർ ജൂതന്മാരാണ്. അവരോട് ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് കാരക്കകളുണ്ട്, നിങ്ങൾ എടുത്തുകൊണ്ട് പോകണം. അവർ വരാൻ വിസമ്മതിച്ചു. കാരണം പൈസ അല്ലെങ്കിൽ കാരക്ക തേയുന്നത് ഇല്ല, നമുക്കത് മതിയാവുകയില്ല. ജാബിർ റളിയല്ലാഹു അൻഹു നേരെ പോയത്, വലൈസ ലനാ ഇല്ലാ ഇലൈകാ ഫിറാറുനാ വഅൈനാ ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിൻ്റെ അടുത്തുള്ള കാരക്കകളുടെ ഓരോ ഇനങ്ങളുണ്ടാകും, അതിനെ വേറെ വേറെ കൂമ്പാരങ്ങളാക്കുക. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. അതിൽ നിന്ന് വലിയ ഒരു കൂമ്പാരത്തിൻ്റെ മുകളിലിരുന്നു. അതുപോലെ കൊടുക്കാൻ പറഞ്ഞു കടക്കാർക്ക്. എല്ലാവർക്കും ഒന്നിൽ നിന്ന് തന്നെ കൊടുത്തു. മതിയായി. അവസാനം നോക്കുമ്പോൾ അതിൽ നിന്ന് അല്പവും കുറയാത്തതുപോലെയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു അന്ന് പറഞ്ഞിരുന്നു, എൻ്റെ കടങ്ങൾ മൊത്തം തീർന്നാൽ മതി ബാപ്പയുടെ. ഒരല്പം, ഒരു പീസ് കാരക്ക പോലും എൻ്റെ പെങ്ങന്മാർക്കും എനിക്കില്ല എങ്കിൽ വിഷയമല്ല, എൻ്റെ ബാപ്പയുടെ കടങ്ങൾ തീർന്നാൽ മതി എന്ന് അന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു. പക്ഷേ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്ഭുതകരമായി ആ കടങ്ങളെ തീർത്തു കൊടുത്തു. ഇങ്ങനെ മുഅ്ജിസത്തുകളെപ്പറ്റി നാം സംസാരിക്കുകയാണെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ ആ അത്ഭുതങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഅ്ജിസത്ത് ലോകത്തെന്നും വിസ്മയമാണ്. അന്ത്യനാളിൽ സംഭവിക്കുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ട് എന്ന് മദീനയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്ന് നമ്മോട് സംസാരിക്കുകയാണ്. ഇങ്ങനെ ലോകത്തേറ്റവും വലിയ മഹാവിസ്മയം ആര് എന്ന് ചോദിച്ചാൽ നാം മാത്രമല്ല, എല്ലാവരും പറയുന്ന മറുപടി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഉണ്ടായ ചേഞ്ചിങ് എത്രയാണ്, മാറ്റങ്ങൾ എത്രയാണ്. ഡാർക്ക് ഏജ് നമുക്കെല്ലാവർക്കും അറിയാം. അന്ന് പ്രിയപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒട്ടകത്തിൻ്റെ ബാക്കിലിരുന്ന് ഒട്ടകത്തിൻ്റെ മുകളിൽ
അവൻ പ്രേമിക്കുന്ന പെണ്ണിനെയും കയറ്റി ഇരുത്തി പ്രേമകാവ്യങ്ങൾ പാടി നടന്നിരുന്ന ഒരു ഭാഗം. അസ്സബുൽ മുഅല്ലഖാത്തിനെ പറ്റി നമുക്കറിയാം. ഇംറഉൽ ഖൈസിൻ്റെതാണ് അതിൻ്റെ ആദ്യ വരികൾ. ഖിഫാ നബ്കി മിൻ ദിക്റാ ഹബീബിൻ വമൻസിലി ബിസിഖത്തിൽ ലിവാ ബൈനദ്ദഖൂലി ഫഹൗമലി എന്ന് തുടങ്ങുന്ന ഇംറഉൽ ഖൈസിൻ്റെ വരികൾ. ആ വരികളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ അന്നത്തെ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന ഇരുട്ടിനെപ്പറ്റി നമുക്കറിയാം. ഇസ്ലാം എന്താണ് എന്ന് പഠിക്കണമെങ്കിൽ ജാഹിലിയത്ത് എന്താണ് എന്ന് നാം പഠിച്ചിരിക്കണം. വെളിച്ചത്തിൻ്റെ മഹത്വം അറിയണമെങ്കിൽ ഇരുട്ടെന്താണ് എന്ന് നാം പഠിച്ചിരിക്കണം. അതുപോലെ അന്നത്തെ ജാഹിലിയത്ത് അതിൽ പെണ്ണ് മാത്രമായിരുന്നു, മദ്യങ്ങൾ മാത്രമായിരുന്നു, യുദ്ധങ്ങൾ മാത്രമായിരുന്നു. ആ സബഉൽ മുഅല്ലഖാത്തിൽ ഈ വിഷയങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരികയാണ്. വലൈലിൻ കമൗജിൽ ബഹരി അർഖാ സുദൂലഹു അലയ്യ ബിഅൻവാഇൽ ഹുമൂമി ലിയബ്തലി. ഇംറഉൽ ഖൈസിൻ്റെ ഈ വരികൾ ജാഹിലിയത്തിലുണ്ടായിരുന്ന ഇരുട്ടിനെ പറ്റിയാണ് നമ്മോട് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, സബഉൽ മുഅല്ലഖാത്തിൽ ബഹുമാനപ്പെട്ട സബഉൽ മുഅല്ലഖാത്തിൽ പറയുന്നത് ഈ വിഷയങ്ങളാണ്. അങ്ങനെ മൊത്തം എന്തോ ഒരവസ്ഥയിലുണ്ടായിരുന്ന അന്നത്തെ ഡാർക്കിന്, ഇരുട്ടിൽ നിന്ന് യുഖ്രിജുഹും മിനൽ ദുലുമാതി ഇലൻ നൂർ, ദുലുമാത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൈപിടിച്ചവരെ കൊണ്ടുവന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിന് മുമ്പ് ആ ജനങ്ങളെപ്പറ്റി ഖുർആൻ പറഞ്ഞത് വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അവർ വളരെ വ്യക്തമായ വഴികേടിലായിരുന്നു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാൽ എന്ന് പറഞ്ഞാൽ മതിയാകില്ല, അത്രയല്ല ഖുർആൻ പറഞ്ഞത്. ലഫീ ളലാലിൻ മുബീൻ, അങ്ങനത്തെ ജനങ്ങളെ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് ഖബല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് അവർ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നതിന് ശേഷം കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്, ലോകത്തെ ഏറ്റവും മഹത്വമേറിയ ജനങ്ങൾ നിങ്ങളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അവരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ ചേഞ്ചിങ്ങിനെല്ലാം നേതൃത്വം കൊടുത്തത് ആരാണ്? അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. വകുന്തും അലാ ശഫാ ഹുഫ്റത്തിൻ മിനന്നാർ ഫഅൻഖദകും മിൻഹാ, നിങ്ങൾ നരകത്തിലേക്ക് പോകാനുള്ളൊരവസ്ഥയിലായിരുന്നു. ആ സമയത്ത് നിങ്ങളെ അതിൽ നിന്ന് കൈപിടിച്ചുയർത്താൻ കാരണമായത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി നമുക്കറിയാം. ഇന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ആവേശമാണ്. എല്ലാ വെള്ളിയാഴ്ചയും ഉമർ ഇബ്നുൽ ഖത്താബിനെ പറ്റി എല്ലാ മിമ്പറുകളിലും മഹാനവറുകളെ പറ്റി പറയുകയാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം സ്വഹാബത്തിൻ്റെ ജീവിതത്തിൻ്റെ കൂട്ടത്തിൽ നാം വായിക്കുമ്പോൾ നമ്മെ ഏറെ ആകർഷിപ്പിക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അത്ഭുതകരമായ ജീവിതമാണ്. ആ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായത്തോടൊത്ത് പരിശുദ്ധ ഖുർആനിൻ്റെ ധാരാളം ആയാത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. മുവാഫഖാത്ത് ഉമർ ധാരാളമുണ്ട്. പരിശുദ്ധ കഅബാലയത്തിൻ്റെ മുമ്പിലുള്ള മഖാം ഇബ്രാഹിം, അതിൻ്റെ ബാക്കിൽ 2 റക്അത്ത് നിസ്കാരം ത്വാഫിന് ശേഷം നിസ്കരിക്കണമെന്നൊരു ചിന്ത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ അഭിപ്രായപ്പെടുമ്പോൾ തന്നെ ഖുർആനിൽ നിന്ന് ആയത്തിറങ്ങുന്നു വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, അതിൻ്റെ ബാക്കിൽ തവാഫിന് ശേഷം നിങ്ങൾ നിസ്കരിക്കുക. അങ്ങനെ ധാരാളം സംഭവങ്ങളാണ്. കള്ളിനെപ്പറ്റി നമുക്കൊരു അഭിപ്രായം പറയണം എന്ന് അള്ളാഹുവിനോട് പറയുകയാണ്. അല്ലാഹുമ്മ ബയ്യിൻ ലനാ ഫിൽ ഖംറി ബയാനൻ ഷാഫിയ. ആ സമയത്ത് പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങുന്നു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. അങ്ങനെ തുടങ്ങി ലോകം വളരെ അത്ഭുതത്തോടെ മാത്രം കണ്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാറ്റം എങ്ങനെയാണ്? ആ മാറ്റം അവരിൽ ഉണ്ടാക്കിയത് ആരാണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി നമുക്കറിയാം. ഉമർ റളിയല്ലാഹു അൻഹു വലിയ ഉപദ്രവങ്ങൾ, അക്രമങ്ങൾ അന്നത്തെ ജനങ്ങൾക്ക് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകാം. അന്നത്തെ ജനങ്ങൾ വളരെ പേടിച്ചിരുന്ന ആളാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി അബ്ദുല്ലാഹി ഇബ്നു ആമിർ ഇബ്നു റബീഅ എന്ന് പറയുന്ന ഒരു സംഭവം പറയുന്ന ഇമാം തബറാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഇസ്ലാമിന് മുമ്പ് ജാഹിലിയത്തിലുണ്ടായ അഭിപ്രായം എന്താണ്? അബ്ദുല്ലാഹി ഇബ്നു ആമിർ ഇബ്നു റബീഅ അദ്ദേഹത്തിൻ്റെ ഉമ്മ ലൈല എന്ന മഹദിയെക്കുറിച്ച് അവരിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. കാന ഉമർ ഇബ്നുൽ ഖത്താബ് മിൻ അശദ്ദിൻ നാസി അലൈനാ ഫി ഇസ്ലാമിന. നാം മുസ്ലിമായതുകൊണ്ട്
നമുക്ക് വലിയ പേടിയുണ്ടായിരുന്ന ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം നമുക്ക് എന്തെങ്കിലും ചെയ്യുമോ എന്ന പേടിയാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ നമുക്ക് വലിയ പ്രയാസമാണ്. ഉമർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ പേടിയാണ്. അതിനുശേഷവും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. കിസ്റ പനിക്കും കൈസറും പിറക്കുന്നതാ, മിസ്രിൽ മുഖൗക്കിസ് കേട്ടുടഞ്ഞെത്തുന്നതാ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അന്ന് തന്നെ ജാഹിലിയത്തിൽ വലിയ ഭയമായിരുന്നു. ഉമർ റളിയല്ലാഹുവിനെ പറ്റി അങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഉമ്മ ലൈല തൻ്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുല്ലാഹി ഇബ്നു ആമിർ എന്നവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. അങ്ങനെ നാം മക്കയിൽ നിൽക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടുകൊണ്ട് ഹബശയിലേക്ക് ഹിജ്റ പോവുകയാണ്. ഫലമ്മാ തഹയ്യനാ ലിൽ ഖുറൂജി ഇലാ അർളിൽ ഹബശ, ഉമർ ഇബ്നുൽ ഖത്താബ് വന്നു. വ അന അലാ ബഈരി, ഞാൻ എൻ്റെ ഒട്ടകത്തിൻ്റെ മുകളിലാണ്. വ ഉരീദു അൻ അതവജ്ജഹ ഇലൽ ഹബശ, ഹബശയിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് വലിയ പേടിയായി. ഉമർ എന്ന് ഇസ്ലാമിലില്ല. ഐന എന്ന് ചോദിച്ച്, യാ ഉമ്മ അബ്ദില്ല, എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു, ആദൈതുമൂന ഫീ ദീനിന, ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ നിങ്ങൾ ഞങ്ങളെ സമ്മതിക്കുന്നില്ല, നമ്മുടെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഫനദ്ഹബു ഫീ അർളില്ലാ, എങ്ങോട്ട് എന്ന് പറഞ്ഞില്ല, നാം അള്ളാഹുവിൻ്റെ ഭൂമിയിൽ എങ്ങോട്ടെങ്കിലും പോവുകയാണ്. നമുക്ക് നമ്മുടെ ദീനുമായി ദീൻ സംരക്ഷിച്ച് ജീവിക്കണം. അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വഹിബക്കുമുല്ലാഹ് എന്ന് പറയുകയാണ്, ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കിൽ എന്തോ ഒരു മാറ്റമാണ്. പേടിച്ച് വരച്ചുകൊണ്ട് ഞങ്ങൾ പോവുകയാണ് എന്ന് ലൈല പറയുകയാണ്. ലൈലക്ക് വളരെ പേടി, ഉമർ എന്തെങ്കിലും ചെയ്യുമോ? പക്ഷെ അന്ന് ഉമറിൻ്റെ സംസാരത്തിൽ അല്പം മയമാണ്. അദ്ദേഹം പറഞ്ഞത് സ്വഹിബക്കുമുല്ലാഹ്, എന്നിട്ട് അദ്ദേഹം പോയി. പിന്നെ എൻ്റെ ഭർത്താവ് വന്നു, ആമിർ ഇബ്നു റബിയ. എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു, നിൻ്റെ വാപ്പയോട് ഞാൻ ഉമറിൽ നിന്ന് എന്തോ ഒരു മാറ്റം കാണുകയാണ്, ഉമർ പണ്ടത്തെ പോലെയില്ല. ഞാൻ പേടിച്ച് വരച്ചിങ്ങനെ മറുപടി പറഞ്ഞപ്പോൾ ഉമർ പറഞ്ഞത് സ്വഹിബക്കുമുല്ലാഹ് എന്നാണ്. ആ സമയത്ത് ഭർത്താവ് എന്നോട് ചോദിച്ചു, ഉമർ മുസ്ലിമാകും എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഉമർ മുസ്ലിമാകുമോ എന്ന് ചോദിച്ചപ്പോൾ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, ഫഖുൽതു നഅം, ഞാൻ പറഞ്ഞു ഉമർക്കും മുസ്ലിമാകാം, ഉമർ മുസ്ലിമാകും. ആ സമയത്ത് ഞാൻ പറഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി അന്നത്തെ ജാഹിലിയത്തിലുണ്ടായിരുന്ന അഭിപ്രായം എന്താണ്. ഈ ഭർത്താവ് പറഞ്ഞു, വല്ലാഹി ലാ യുസ്ലിം, വല്ലാഹി ലാ യുസ്ലിം ഹത്താ യുസ്ലിമ ഹിമാറുൽ ഖത്താബ്, വേണമെങ്കിൽ ഉമറിൻ്റെ ബാപ്പ ഖത്താബിൻ്റെ കഴുത മുസ്ലിമാകും, പക്ഷേ ഉമർ ഒരിക്കലും മുസ്ലിമാകില്ല എന്ന് ഈ ആമിർ ഇബ്നു റബിയ എന്ന് പറയുകയാണ്. പക്ഷേ അല്പം കഴിഞ്ഞപ്പോൾ നാം കാണുന്നു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഹിദായത്തിൻ്റെ വെളിച്ചം കാണിച്ചു കൊടുത്തത്, ഇത്രയും കൂടുതൽ ജാഹിലിയത്ത് പേടിച്ചിരുന്ന ഒരാളിൽ ഏറ്റവും നല്ല വെളിച്ചമുണ്ടാക്കി കൊടുത്തത് ആര് എന്ന് ചോദിച്ചാൽ അത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അത്ഭുതകരമായ മാറ്റങ്ങളാണ്. അന്നും ഇന്നും എന്നും അങ്ങനെയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടാക്കിയ ആൾ ആര് എന്ന് ചോദിച്ചാൽ അതും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. ആർക്കും മറ്റൊരു മറുപടി പറയാനില്ലാത്ത രൂപത്ത് ലോകത്ത് അത്ഭുതങ്ങളാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാക്കിയത്. ഇബ്നു സീനയെപ്പറ്റി നമുക്കറിയാം. ഇബ്നു സീന എന്ന അവിസിന്ന, അദ്ദേഹത്തെ നമുക്കറിയാം, വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാമഹനാണ്. 980 ജനിക്കുകയും 1037 മരണപ്പെടുകയും ചെയ്ത വലിയ ബുദ്ധിജീവിയാണ്. ഫിലോസഫയിലും വൈദ്യശാസ്ത്രത്തിലും വലിയ അറിവുണ്ടായിരുന്ന അദ്ദേഹം, ഞാൻ വിശദീകരിക്കുകയില്ല. ലോകത്ത് ശാസ്ത്രജ്ഞന്മാർ ചെലുത്തുന്ന സ്വാധീനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെലുത്തിയ സ്വാധീനവും എത്രയാണ്, വ്യത്യാസം എന്താണ് എന്ന് ഇദ്ദേഹം ജീവിതത്തിൻ്റെ ഒരു അനുഭവത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ ഇബ്നു സീനക്കൊരു ഖാദിമുണ്ടായിരുന്നു, സേവകൻ. ആ ഇബ്നു സീനയുടെ ഖാദിം ഇദ്ദേഹത്തെ വല്ലാതെ സ്നേഹിക്കുകയാണ്. സ്നേഹമങ്ങ് മൂത്തുപോയി. അങ്ങനെയല്ലേ, പലപ്പോഴും അങ്ങനെയാണ്. സ്നേഹം മൂത്തുപോയാൽ എന്തെല്ലാം പറഞ്ഞു പോകും. നീ ദൈവമാണ് എന്ന് പറഞ്ഞവരുണ്ട്. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞു, നിങ്ങൾ ദൈവമാണ്, ദൈവമാണ് എന്ന് പറഞ്ഞു. ഹറൂരിയീൻ എന്ന് പറഞ്ഞൊരു ടീമുണ്ടായിരുന്നു. അവർ പറഞ്ഞു, സ്നേഹങ്ങളങ്ങ് മൂത്തു. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ സ്നേഹിച്ച് സ്നേഹങ്ങൾ അതിർവിറ്റ ജനങ്ങളുണ്ട്, അവർ തെറ്റിപ്പോയി. അതുകൊണ്ടാണ് ഇമാമുൽ ബുസീരി റളിയല്ലാഹു അൻഹു ഖസീദത്തുൽ ബുർദയിൽ ദഅമദ്ദഅതുഹുൻ നസാറാ ഫീ നബിയിഹിമി
വഹ്കും ബിമാ ശിഅ്ത മദ്ഹം ഫീഹി വഹ്തകിമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി നിനക്ക് എന്തും പറയാം. വൻസുബ് ഇലാ ദാത്തിഹി മാ ശിഅ്ത മിൻ ശറഫി വൻസുബ് ഇലാ ഖദ്രിഹി മാ ശിഅ്ത മിൻ ഇളമി ഫഇന്ന ഫളല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുരിബ അൻഹു നാതിഖും ബിഫമി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങളായി നിനക്കെന്തും പറയാം, പക്ഷേ നീ പറയാൻ പാടില്ലാത്തതൊന്നു മാത്രമാണ്. നസാറാക്കൾ അവരുടെ നബിയിൽ പറഞ്ഞ ചില വാചകങ്ങളുണ്ട്, അതൊരിക്കലും നീ പറയാൻ പാടില്ല. എന്തേ? അവർ പറഞ്ഞത് ഇത് ദൈവപുത്രനാണ്, ദൈവമാണ് എന്ന് പറഞ്ഞുപോയി. അത് ഓവറായിപ്പോയി. സ്നേഹിച്ച് അങ്ങനെ പറഞ്ഞുപോയി. ബഹുമാനപ്പെട്ട ശൈഖുന പി ഉസ്താദ് നവ്വറല്ലാഹു മർഖദ ജാമിയ സഈദിയയിലെ പ്രിൻസിപ്പളായിരുന്നു. ആ ഉസ്താദിൻ്റെ ഒരു പുസ്തകമുണ്ട്, നിങ്ങൾ വായിച്ചു കാണും. പി ഉസ്താദ് 300-ലേറെ പേജുള്ള വളരെ നല്ല പുസ്തകമാണ്. നിർബന്ധമായും നാം വായിച്ചിരിക്കേണ്ട പല അനുഭവങ്ങൾ പറയുന്നു. ഈ സംഭവം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയാകുന്നു, അതിലൊരു സംഭവം ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് എറണാകുളത്ത് ഫളുൽ തങ്ങൾ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് ഈസാ നബി അലൈഹിസ്സലാം ദൈവമാണ്, ദൈവപുത്രനാണ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാൾ അദ്ദേഹം വന്നിട്ട് ഈ തങ്ങളോട് പറഞ്ഞു, അല്ല, അദ്ദേഹം കളിയാക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം വലിയ ആളല്ലേ, അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത ആളല്ലേ, പക്ഷേ അദ്ദേഹത്തിൻ്റെ മകളുടെ മകൻ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ആ മഹാനവറുകൾ അദ്ദേഹം കർബലയിൽ കൊല്ലപ്പെടുന്ന സമയത്ത് എന്തുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ അടുത്ത ആളായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പടച്ചവനോട് പ്രാർത്ഥിച്ച് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന ഒരു യുക്തി ചോദ്യം അദ്ദേഹം ചോദിക്കുകയാണ്. ഇന്നും മതയുക്തിവാദികൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. മതത്തിൽ നിന്ന് പുറത്തുപോയ ആളുകളും അതുപോലെ യുക്തിവാദികളും അങ്ങനെ പലതും ചോദിക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏർവാടിയിൽ തീ പിടിച്ചപ്പോൾ പലരും ചോദിച്ചു, എൻ്റെ അവിടെ ഇബ്രാഹിം ബാത്തിജയില്ലേ എന്ന് ചോദിച്ചവരുണ്ട്. ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന് രോഗമായി ഉസ്താദ് ഹോസ്പിറ്റലിലായപ്പോൾ ചോദിച്ച യുക്തിവാദികളുണ്ട്. അദ്ദേഹം മന്ത്രിച്ചപ്പോൾ ക്യാൻസർ വരെ ശിഫയായിട്ടുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ മന്ത്രിച്ചുകൂടാ? ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്ന പലരുമുണ്ട്. ഈ ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. ലോകത്തെ ഏറ്റവും വലിയ മുഖറബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനം ചെറിയ പനി വന്നിട്ടാണ് വഫാത്തായിപ്പോയത്. എന്തുകൊണ്ടങ്ങനെ എന്ന് ചോദിക്കാൻ നിർവാഹമില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ഇതിൽ ഒരു അനുഭവം പറയുന്നു. അദ്ദേഹം വന്ന് ചോദിച്ചു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളുടെ മകൻ മരണപ്പെടുമ്പോൾ എന്തേ ഇദ്ദേഹത്തിന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല? ഒരു വല്ലാത്ത ചോദ്യമാണ്. അപ്പോൾ ഇദ്ദേഹം അങ്ങോട്ട് ചോദിച്ചു, അതെ, പടച്ചവനോട് എന്തുകൊണ്ട് ചോദിച്ചിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത്? ചോദിച്ചിട്ടുണ്ട്, പടച്ചവനോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? പക്ഷെ ആ സമയത്ത് പടച്ചവൻ പറഞ്ഞു, അതിനങ്ങനെ തന്നെ മറുപടി കൊടുക്കണം. പടച്ചവൻ പറഞ്ഞത്, നിങ്ങളുടെ മകളുടെ മകൻ്റെ വിഷയം അവിടെ ഇരിക്കട്ടെ, എൻ്റെ ഒരു മകനെ കുരിശിലേറ്റ് കൊന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ തന്നെ ഞാനിപ്പോൾ ബേജാറിലാണ്. അതുകൊണ്ട് ആ ബേജാറ് തീരാതെ പിന്നെങ്ങനെയാണ് നിങ്ങളുടെ മകനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നത്? അതുകൊണ്ട് തൽക്കാലം എന്നോട് അങ്ങനെ പറയണ്ട എന്ന് പടച്ചവൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഈ തങ്ങളുടെ നിഴൽ കണ്ട സ്ഥലത്ത് വരെ അദ്ദേഹം നിൽക്കാറില്ല എന്ന് ആ പുസ്തകത്തിൽ പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തുണ്ടാക്കിയ സ്വാധീനങ്ങൾ അത്ഭുതമാണ്. ഇബ്നു സീനയെ പറ്റിയാണ് പറഞ്ഞത്. ഇബ്നു സീനയോട് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, വിഷയം വിശാലമാണ്, ഞാൻ ചുരുക്കുകയാണ്. അലി ഇബ്നു അബി താലിബ് തങ്ങളെ ഭയങ്കര സ്നേഹിച്ച് അവസാനം പറഞ്ഞു ദൈവമാണ്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഒരു സംഭവം പറയുന്നത്, ദൈവമാണ് എന്ന് പറഞ്ഞവരോട് ഭയങ്കര വെറുപ്പാണ്. അങ്ങനെ എന്ത് ചെയ്തു? ഇവരെ കുറച്ച് പേരെ കത്തിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. തീയിലിട്ട് പുറത്തെടുത്ത് ചോദിച്ചു, ഇനി നിങ്ങൾ പറയുമോ എന്നെപ്പറ്റി ദൈവമാണ്? അപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ദൈവമാണ് എന്ന് നമുക്ക് ഉറപ്പായി. എന്തേ? അവർക്കും തെളിവുണ്ട്. ഹദീസ്, ലാ യുഅദ്ദിബു ബിന്നാരി ഇല്ലാ റബ്ബുന്നാർ എന്നാണ് അവർ പറഞ്ഞ പ്രൂഫ്. തീ കൊണ്ട് ശിക്ഷിക്കാനുള്ള അധികാരം തീ പടച്ച റബ്ബിന് മാത്രമാണ്. അതുകൊണ്ട് അഷ്ഹദു അന്നക, നിങ്ങൾ ദൈവമാണ് എന്ന് ഞങ്ങൾ സാക്ഷ്യം നിൽക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, പ്രേമം സ്നേഹം മൂത്താൽ ചിലപ്പോൾ അങ്ങനെ ആയിപ്പോവും. ഇവിടെ ഇബ്നു സീനയെ സ്നേഹിച്ച് അവസാനം ഈ സേവകൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാക്കിൽ പോകുന്നത്? അങ്ങനെ പോകാൻ പാടില്ല. നിങ്ങൾ തന്നെ ഒരു സ്വന്തം ദൈവമാണ് എന്ന് പറയണം. ചിലർക്ക് അങ്ങനെ തോന്നും.
അവർ ചിലപ്പോൾ പഠിച്ച് ഉഷാറായി ഭയങ്കരായി അങ്ങനെ തോന്നുമ്പോൾ മറ്റവരുടെ ആവശ്യമൊന്നുമില്ല, ഉസ്താദുമാരുടെ ആവശ്യങ്ങളൊന്നും വേണ്ട, എനിക്ക് തന്നെ സ്വന്തം ഒന്നാകാം എന്ന് തോന്നുന്ന ആളുകൾക്ക് അവർക്കെല്ലാം ഒരു ഈ സംഭവത്തിൽ പാഠമുണ്ട്. അങ്ങനെ ഇബ്നു സീന അദ്ദേഹത്തോട് ചൂടായി, അങ്ങനെ പറയാൻ പാടില്ല, അവർക്കങ്ങനെ പറഞ്ഞു. രണ്ടാമതും ഇയാൾ പറയുകയാണ്, മൂന്നാമതും പറയുകയാണ്, നിങ്ങൾ ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിക്കാൻ പാടില്ല, നിങ്ങൾ തന്നെ സ്വയം ഒരു പ്രവാചകനാകണം. ദേഷ്യപ്പെട്ടു. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹത്തിന് ഇത് പ്രാക്ടിക്കലായി കാണിച്ചു കൊടുക്കണം, ഞാൻ പ്രവാചകനാകാൻ പറ്റിയ ആളല്ല എന്ന് കാണിച്ചു കൊടുക്കണം. അങ്ങനെ വളരെ തണുപ്പുള്ള സമയത്ത് ഇസ്ഫഹാൻ എന്ന നാട്ടിലേക്ക് രണ്ടുപേരും യാത്ര പോവുകയാണ്. അങ്ങനെ യാത്ര പോയി രാത്രി സമയത്ത് ഒരു സ്ഥലത്ത് കിടന്നു. സുബഹിയാകുമ്പോൾ തഹജ്ജുദിൻ്റെ സമയത്ത് മഹാനായ ഇബ്നു സീന എഴുന്നേറ്റു. സേവകനോട് പറഞ്ഞു, ഖാദിമിനോട് പറഞ്ഞു, നീ എനിക്ക് അദ്ദേഹത്തെ ഉണർത്തി പറഞ്ഞു വെള്ളം കൊണ്ടുവരണം വുളു എടുക്കാൻ. നല്ല തണുപ്പുള്ള സമയമാണ്. ഇദ്ദേഹം പറഞ്ഞു, കുറച്ച് നേരം കഴിയട്ടെ, ഞാൻ ഭയങ്കര തണുപ്പുണ്ട്, ഈ സമയത്ത് ഞാൻ പോകില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അവിടെ തന്നെ കിടന്നു. പിന്നെയും പറഞ്ഞു, ഇദ്ദേഹം പോകുന്നില്ല, നല്ല തണുപ്പാണ്. അപ്പോഴാണ് പള്ളിയിൽ നിന്ന് ബാങ്ക് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വീണ്ടും തട്ടിയുണർത്തി ചോദിച്ചു, അതെന്താണ് കേൾക്കുന്നത്? അത് അല്ലാഹു മഹാനാണ് എന്ന് പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ പറയുകയാണ്. ഇന്നത്തെ പോലെ മൈക്കിലൂടെയല്ല, പള്ളിയുടെ മിനാരത്തിൽ കയറി ബാങ്ക് കൊടുക്കണം. വളരെ കൂടുതൽ തണുപ്പുള്ള സ്ഥലമാണ്. അങ്ങനെ കഴിഞ്ഞു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ചോദിച്ചു വീണ്ടും, എന്താണ് മുഅദ്ദിൻ പറയുന്നത്? അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് ഈ പേർഷ്യക്കാരനായ ഇദ്ദേഹം സമ്മതിക്കുകയാണ്. അപ്പോഴാണ് ഇബ്നു സീന അദ്ദേഹം പറഞ്ഞു, ഓ, ഈ സമയത്തൊരൽപ്പം നിന്നോട് എനിക്ക് പറയാനുണ്ട്. നീ എൻ്റെ ഖാദിമാണ്, നീ എൻ്റെ സേവകനാണ്, നിൻ്റെ ഡ്യൂട്ടി എന്നെ ഖിദ്മത്ത് ചെയ്യുക എന്നത് മാത്രവുമല്ല, നീ എന്നെ സ്നേഹിച്ച് അവസാനം എന്തുവരെ പറഞ്ഞു? നിങ്ങൾ തന്നെ സ്വയം പ്രവാചകനാകണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവാചകനായി അംഗീകരിക്കണ്ട എന്നുവരെ പറഞ്ഞ് ഇങ്ങനെ സ്നേഹമുള്ള നീ ഇപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലുള്ള ഒരല്പം വെള്ളം കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ നീ തണുപ്പിൻ്റെ കാരണം പറഞ്ഞ് മാറി നിൽക്കുകയാണ്. അതേ സമയത്ത് ഇന്നേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി 400-ലേറെ വർഷമായി. മദീനയിൽ മറപ്പെട്ട് കിടക്കുന്ന സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനാണ്, റസൂലാണ് എന്ന് ഏറ്റവും തണുപ്പുള്ള നാട്ടിൽ വീട്ടിൽ നിന്ന് നടന്നുകൊണ്ടുവന്ന് പള്ളിയിൽ തന്നെ ഏറ്റവും തണുപ്പുള്ള മിനാരത്തിൻ്റെ മുകളിൽ കയറി ആ മുഅദ്ദിൻ വിളിച്ചു പറയണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാക്കിയ സ്വാധീനം എത്രയാണ്! ലോകത്ത് ഒരു ശാസ്ത്രജ്ഞനും കിട്ടാത്ത സ്വാധീനം, ലോകത്ത് ഒരു ബുദ്ധിജീവിക്കും കിട്ടാത്ത സ്വാധീനവും സ്നേഹവും കിട്ടിയത് ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമാണ്. ലോകത്തിന്ന് പല നേതാക്കളെയും നാം കാണും, രക്തം വേണമെങ്കിൽ രക്തം തരാം, ജീവൻ വേണമെങ്കിൽ ജീവൻ തരാം എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്ന അനുയായികളോട് പോയി ചോദിക്കണം, ഒരല്പം രക്തം വേണം നിൻ്റെ നേതാവിന് എന്ന് പറഞ്ഞാൽ അവനവിടെ നിന്ന് മാറിപ്പോകും. ആ സ്നേഹങ്ങൾ പേരിന് മാത്രമാണ്. പക്ഷേ 1400 വർഷത്തിന് മുമ്പ് ഉഹുദ് യുദ്ധം നടന്ന സ്ഥലത്തേക്കൊന്ന് നാം കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നും ഉഹുദിലേക്ക് പോകുമ്പോൾ വളരെ ജീവനുള്ള രൂപത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച ഉഹുദും സമീപത്തെ സ്ഥലങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് ആയുധങ്ങളും അതുപോലെ അമ്പുകൾ വരുമ്പോൾ സ്വന്തം നെഞ്ഞുകാട്ടി അതിനെ തകർത്ത, അതിനെ തടുത്ത സ്വഹാബത്തിനെയാണ് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അതുപോലൊത്തൊരു നേതാവ്, അതുപോലത്തെ അനുയായികൾ ലോകത്തൊരാളുമില്ല, ഒരാൾക്കും കിട്ടിയിട്ടില്ല, ഉറപ്പാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം പഠിക്കണം, ലോകം പഠിക്കണം, ലോകത്തേക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഞാനിതെത്ര പറഞ്ഞാലും തീരാത്ത അധ്യായമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുഹമ്മദു മിഫ്താഹുൽ ഫുതുഹാത്തി സയ്യിദി വഖാതിമു സിൽക്കിർ റുസുലി ഖത്മൻ മുഖദ്ദമ. ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സഹോദരന്മാരെ, അദ്ദീവാനു സിത്ത് എന്ന കിതാബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 3000-ലേറെ വരികളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറഞ്ഞ് അവസാനം പറഞ്ഞു, ഉഅ്തിയ സൽമാനും ബിശൗഖി ഹബീബിനാ വലാ തതനഹാ ലൗ മലഅത്തുൽ മുജല്ലദ. സൽമാനുൽ ഫാർസി റളിയല്ലാഹു അൻഹുവിനിക്ക് ഈ നേതാവിനെ സ്നേഹിച്ചതുകൊണ്ട് എല്ലാം കിട്ടിപ്പോയി. ഞാൻ എത്ര പറഞ്ഞാലും, എത്ര ഗ്രന്ഥങ്ങൾ രചിച്ചാലും, എത്ര മണിക്കൂറുകൾ പറഞ്ഞാലും ഈ നേതാവിനെ പറ്റി പറഞ്ഞു തീർക്കാൻ കഴിയില്ല. വലാ തതനഹാ ലൗ മലഅത്തുൽ മുജല്ലദ. നിങ്ങൾ 4 ദിവസം നടത്തുന്ന ഈ പരിപാടി
പരിപാടിയിൽ ഒരല്പനേരം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ലോകമഹാവിസ്മയത്തെപ്പറ്റി പറയാൻ സാധിച്ചത് അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നു. അള്ളാഹു നമ്മുടെ ഈ പരിപാടി കബൂൽ ചെയ്യുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഞങ്ങളെല്ലാം അള്ളാഹു പൊരുത്തപ്പെട്ട അവൻ്റെ യഥാർത്ഥ ആലിമീങ്ങളിൽ ഉഖ്റവിയായ ഉലമായിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ ഈ പരിപാടി നീ കബൂൽ ചെയ്യണം റഹ്മാനെ. നാം ഇതുവരെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ചേരാൻ നമുക്ക് നീ സൗഭാഗ്യം നൽകണം റഹ്മാനെ. ഈ പരിപാടിയുടെ എല്ലാം ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഖൽബിന് നീ വെളിച്ചം നൽകണം റഹ്മാനെ, ഖൽബിന് പ്രകാശം നൽകണം റഹ്മാനെ. നമുക്ക് നീ നല്ല ഉപകാരമുള്ള ഇൽമ നൽകണം റഹ്മാനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ തെറ്റുകൾ നീ പുറത്തു തരണം റഹ്മാനെ. ഈ പരിപാടി സംഘടിപ്പിച്ച ജാമിയ അസാദിയയിലെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, അവരെയും ഞങ്ങളെയും മുഖ്റവിയായ ആലിമീങ്ങളിൽ നീ പെടുത്തിത്തരണം റഹ്മാനെ. ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ മുഴുവൻ പാപങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ. നമ്മുടെ ബഹുമാനപ്പെട്ട ശൈഖുനാ നൂറുൽ ഉലമാ ഉസ്താദിൻ്റെ ദറജ നീ ഉയർത്തിക്കൊടുക്കണം റഹ്മാനെ. AK ഉസ്താദിന് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. നാം ഇൽമു പഠിക്കാൻ കാരണക്കാരായ നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പമാർ, ഉമ്മമാർ, സഹോദരന്മാർ, സഹോദരിമാർ, ഉസ്താദുമാർ, ജാമിയ അസാദിയ നമുക്ക് പഠിപ്പിച്ച പ്രിയപ്പെട്ട ഉസ്താദുമാർ, ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാർ, എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.